മനുഷ്യവംശം ഉണ്ടായതു മുതൽ തന്നെ കുടിയേറ്റങ്ങളും പലായനങ്ങളുമുണ്ട്. അതു പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ സ്ഥിരമില്ലായ്മയുടെയും ആവാസ വ്യവസ്ഥ രീതിയുടേതു കൂടിയാണ്. എന്നാൽ മനുഷ്യൻ പുരോഗതിയുടെ എല്ലാ വശങ്ങളും നേടിയെടുത്തിരിക്കുന്ന ഈ കാലയളവിലും ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്നു. അതിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാവശ്യത്തിനായും പഠനാവശ്യത്തിനായും മറുനാട്ടിലേക്ക് കുടിയേറുന്ന ജനത നമ്മുടെ കേരളീയരാണ്. ഇനി കണക്കുകളിലേക്ക് കടക്കാം. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ യൂത്ത് ലീഡർഷിപ്പ് ഫെലോഷിപ്പിന്റെ ഭാഗമായി 104 വിദ്യാർത്ഥി കുടിയേറ്റക്കാരെ ഉൾപ്പെടുത്തി 2023 ഒരു പഠനം നടന്നു. കേരളത്തിൽ നിന്നുള്ള യുവജന കുടിയേറ്റം എന്ന പഠനം കുടിയേറ്റത്തിന് പിന്നിലെ പല കാരണങ്ങളിലേക്കും വെളിച്ചം വീശുന്നവയാണ്. കുടിയേറ്റത്തിനുള്ള പ്രേരണ, യുവാക്കളെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ, കുടിയേറ്റം വ്യക്തിയിൽ ചെലുത്തുന്ന ആഘാതം തുടങ്ങിയ ഈ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നു. വിദ്യാർത്ഥി കുടിയേറ്റക്കാരുടെ പ്രചോദനത്തിന്റെ 45% വിദ്യാഭ്യാസം മാത്രമല്ല എന്ന് പഠനം എടുത്തു കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കുടിയേറ്റത്തിനുള്ള ഒരു വഴിയായി തിരഞ്ഞെടുക്കുന്നതാണത്രേ. ശേഷം മറ്റു രാജ്യത്ത് എല്ലാ ഫ്രീഡത്തോടു കൂടിയും ജീവിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. സർവേയിലെ 78% പേരും ഈ ആശയം തന്നെയാണ് പങ്കുവെക്കുന്നത്. ചെറുപ്പക്കാർ കുടിയേറ്റത്തെ വ്യക്തിപരമായ വളർച്ചയ്ക്കൊപ്പം സമത്വവും അവസരവും വാഗ്ദാനം ചെയ്യുന്ന കൂടുതൽ ലിബറൽ ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ടാണ് കാണുന്നത്. തുറന്ന സ്വാതന്ത്ര്യം നൽകുന്ന സമൂഹവും മെച്ചപ്പെട്ട വേതനവും പരമ്പരാഗത രീതിയിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതും പലരും കേരളം വിടുന്നതിന് പിന്നിലായി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം മലയാളി NRIകൾ 2.16 ലക്ഷം കോടി രൂപ വീടുകളിലേക്ക് അയച്ചതായി കണക്കുകൾ കാണിക്കുന്നു. ആഗോളതലത്തിലെ പ്രശ്നങ്ങൾക്കിടയിൽ പോലും വർഷങ്ങളായി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ NRI നിക്ഷേപങ്ങളിൽ കേരളത്തിന്റെ വിഹിതം താരതമ്യേന സ്ഥിരത നിലനിർത്തുന്നുണ്ട്. കേരളത്തിലെ പ്രാദേശിക ബിസിനസ്സുകൾ വളർത്തുന്നതിലും കുടിയേറ്റക്കാരുടെ സമ്പാദ്യത്തിനും വലിയൊരു പങ്ക് ഇതുതന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പണമയക്കുന്നതിന്റെ സ്ഥിരമായ വർധന കേരളത്തിലെ ഗണ്യമായ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. വീട് വയ്ക്കാനും കടം തിരിച്ചടവിനും വിദ്യാഭ്യാസത്തിനും സമ്പാദ്യത്തിനുമായാണ് ഏറ്റവും കൂടുതൽ തുക കുടിയേറ്റക്കാർ കേരളത്തിൽ ചെലവാക്കുന്നത്. കേരളം വിട്ട് അന്യദേശത്തേക്ക് പഠനാവശ്യത്തിനായി പോവുകയും തുടർന്ന് അവിടത്തെ പൗരനായി ജീവിതം നയിക്കുന്നവരുമായി മാറിയിരിക്കുന്നു നമ്മൾ. ആളുകളുടെ ആവശ്യവും ഫ്രീഡവും വിവിധ തൊഴിലവസരങ്ങളും നമ്മുടെ നാട്ടിലെത്തുന്നതുവരെ കുടിയേറ്റം തുടരുക തന്നെ ചെയ്യുമെന്നാണ് പഠനങ്ങൾ കാണിച്ചു തരുന്നത്.